തീരു ഷമീറെ. വേറെ നിവർത്തിയില്ല മോനെ. ഞാൻ കാണാൻ പോയ സാറേ. ഞാൻ ഒരു കുട്ടിയെ കാണാൻ പോയ സാറേ. നാദിയ, അവൾക്ക് ജയവരായിട്ട് കമ്പനി എടുക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ടാ സാറേ. അതല്ല എന്റെ ടീം തരാൻ ഞാൻ ഒന്നും ചെയ്യണം സാറേ. അവളുടെ നമ്പർ കാണാതെ അറിയാവോ? അറിയാം സാർ. അജയ്, ഇവൻ പറയുന്ന നമ്പർ വാങ്ങി വെക്കും. ഓക്കെ സാർ. പിന്നെ ഇവന്മാരുടെ കസ്റ്റഡി എത്ര ദിവസം? 2 ദിവസം കൂടി സാർ. 2 ദിവസം. ശരി, യവന്മാർക്ക് ഞണ്ണാൻ എന്തെങ്കിലും വാങ്ങിക്കൂടെ? അപ്പൊ ഷമീറെ, പുന്നാര മോനെ, നിനക്കൊക്കെ ചെല്ലും ചെലവും തന്ന് കൂടെ നിർത്തിയിട്ട് എന്റെ ശരീരത്തിൽ നിന്ന് ചോര പൊടിഞ്ഞു. അത് സർ, ഞങ്ങൾ മിണ്ടരുത്. നിനക്കൊക്കെ ഒരവസരം കൂടി തരാം. തീർത്ത് കിട്ടിയേക്കണം ആ പന്നിയെ. മനസ്സിലായടാ? ജാസ്മിൻ, ആരെ നോക്കൂ. അതാ ക്രൈംബ്രാഞ്ചിൽ നിന്നാ. നിങ്ങൾ വയ്ക്കോ. ആ മാർട്ടിൻ, ആ പോയതൊക്കെ ആരാ? ഫ്രണ്ട്സാ? ആ അല്ല മാർട്ടിനെ, ആ മാർക്കൊക്കെ വല്ലപ്പോഴും മുടി വെട്ടാനുള്ള കാശെങ്കിലും കൊടുത്തൂടെ? അല്ല, കാലിനെന്ത് പറ്റി? ഒരു പട്ടി കടിച്ചതാ. ഇത് ഡോക്ടറാ? അല്ല, നമ്മുടെ ഫാമിലി നേഴ്സാ. സാറ് വന്ന കാര്യം പറയേ. രമേഷ് കൃഷ്ണ അറിയാ? ആ, ഏത് രമേഷ് കൃഷ്ണ? ഏതൊക്കെ രമേഷ് കൃഷ്ണയെ അറിയാം? കോൺട്രാക്ടർ രമേഷ് കൃഷ്ണയാണോ? അത് തന്നെ. നിങ്ങൾ തമ്മിൽ എങ്ങനാ പരിചയമുണ്ടോ? അത്ര തന്നെ. അല്ല, അയാളുടെ മകളെന്ന് കരുതിയാണ് സാറയെ അവന്മാർ കിഡ്നാപ്പ് ചെയ്തത് എന്നാണ് അവന്മാർ പറയുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അവന്മാരാണെന്ന് എനിക്ക് ഉറപ്പാണ്. മറ്റൊന്നും ചോദിക്കാനില്ലെങ്കിലേ സാറ് ചെല്ല്, എനിക്കൊന്ന് കിടക്കണം. ക്ഷീണം കാണും. ജാസ്മിൻ ഡോക്ടറെ, പോട്ടാ. സ്റ്റാൻഡേർഡ് വാ 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 വാടാ. 2-3 തവണയല്ലോ നിന്നെ ഞാൻ കാണാൻ തുടങ്ങി. കേറ്, കുഴപ്പമില്ല, കേറടാ. പോ വിജയ, പോ. യെസ് ഓക്കെ. അജയ് സാർ, ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസം. അവന്മാരുടെ കസ്റ്റഡി അവസാനിപ്പിച്ച് റിപ്പോർട്ട് എഴുതി ജയിലിലേക്ക് വിട്ടു. ഓക്കെ സാർ. ഓക്കെ, അഹല്യ ഇവിടെ വേണം. വേറൊരു പണിയുണ്ട്. ഓക്കെ സർ. താൻ പോയിട്ട് ആ വിജയനിങ്ങെന്ന് പറയാം. ഓക്കെ സാർ. മറ്റേ റിസൾട്ട് എന്തായി? വേഗം വേണം, വേഗം വരാൻ പറ. അപ്പോൾ ഓക്കെ, പറഞ്ഞ പോലെ. മറ്റേ കാര്യം എന്തായടോ? ഹലോ, മാർട്ടിൻ സാറല്ലേ? ആ, ഞാൻ ക്രൈംബ്രാഞ്ചിലെ വിജയനാ. താൻ കാര്യം പറയും. നമ്മുടെ കുഞ്ഞിനെ കൊന്നവന്മാരെ ഇന്ന് ജയിലിലേക്ക് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ചെയ്തു.
അവന്മാരെ ഒരു ജയിലിലേക്കും പോകാൻ പോകുന്നില്ല. അത് ഈ മാർട്ടിൻ നോക്കണം. താൻ ഫോൺ വെക്കും. സാർ പറഞ്ഞ പോലെ ഞാൻ മാർട്ടിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവനങ്ങ് എത്തിക്കോളാന്ന് പറഞ്ഞു. മാർട്ടിൻ താമ്പയ്ക്കോ. അളിയ മാർട്ടിൻ. മാർട്ടിൻ അങ്ങോട്ട് എടുക്കടാ. മാർട്ടിനെ, നിനക്ക് സാറേ കൊന്ന യഥാർത്ഥ പ്രതിയെ കിട്ടിയാ പോരെ? വാ വാ, ഞാൻ കാണിച്ചു തരാം. ഓ കേറ്. മാർട്ടിൻ. മാർട്ടിനെ, നമുക്ക് ആ പ്രതിയെ കാണണ്ടേ? വാ, നമുക്കൊരു മുറിയിലോട്ട് പോവാം. കണ്ടോ? എടി, കൂടെ നിന്ന് നീ എന്നെ ചതിച്ചല്ലടി അറവാണി. വാ, 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 വാടാ മാർട്ടിനെ. നീ എന്റെ കുഞ്ഞിനെ വാ, വാ. ഒരു കൂടപ്പിറപ്പിനെ പോലെ വിശ്വസിച്ച അവളെ കൂടെ നിർത്തിയത്. എന്നിട്ടും അവൾ എന്റെ കുഞ്ഞിനെ. ആളെ മനസ്സിലായി മാർട്ടിൻ. കൊന്നതവള. പക്ഷേ എന്തിന്? ആർക്കു വേണ്ടി? അതിനുത്തരം വേണ്ടേ മാർട്ടിൻ? അത് നീ തന്നെ പറയണം മാർട്ടിൻ. പേട്ട മാർട്ടിൻ. എന്താ ഉദ്ദേശിക്കുന്നു? ജാസ്മിൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എനിക്കാദ്യമേ അറിയാമായിരുന്നു സാറ നിന്റെ മകളല്ലെന്ന കാര്യം. അതിൽ പിടിച്ചു തന്നെയാണോ ഞാനെല്ലാം തെളിയിച്ചത്? പറയടാ, എന്തിനാണ് അപ്പച്ചനെ കൊന്നത്? സാർ, ജോർജും റിൻസിയും വന്നിട്ടുണ്ട്. വരാൻ പറ. ഓക്കെ സാർ. ആ, ഇരിക്കണം. എന്താ സാറേ, ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? അവൻ ഇങ്ങനെ ആയതില് താങ്കൾക്കുമില്ലേ പങ്ക്? എന്നാലും അവൻ പിന്നെ മരുമകന്റെ പണികളൊക്കെ ഞാൻ പറഞ്ഞു തരാം. തൽക്കാലം റിൻസി ഒന്ന് പുറത്തു നിന്ന്. പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ കണ്ടെത്തിയത് കൊണ്ടാണ് ഈ കേസ് തെളിയാൻ കാരണം. സാർ എന്താ ഉദ്ദേശിക്കണേ? ഞാൻ എന്ത് മറച്ചു വെച്ചു എന്നാ? അമ്മാവനും മരുമോനും അഭിനയിക്കാൻ നല്ല കഴിവാണല്ലേ? എടോ ജോർജ് മാളിയേക്കൽ പൊന്നാര മോനെ, പഠിക്കാൻ വിട്ട മോൾ അവീത ഗർഭവുമായി തിരിച്ചു വന്നപ്പോ കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്തോർത്തിന്റെ തലയിൽ കെട്ടിവെച്ചു. അപ്പൊ ഇങ്ങനൊരു ക്ലൈമാക്സ് പ്രതീക്ഷിക്കണ്ടേ അച്ചായ? എന്താണ് സംഭവിച്ചതെന്ന് തനിക്കറിയണ്ടേ? എന്താടാ നിന്റെ പേര്? അർജുൻ. എന്താ നിന്റെ പണി? ഞാനൊരു വീഡിയോഗ്രാഫറാണ് സാർ. നീ എന്തിനാടാ ഞങ്ങളെ ഫോളോ ചെയ്യുന്നേ? സാർ, അത് നിനക്കെന്തോ പറയാനുണ്ടല്ലോ. പറയടാ. സാർ, എന്നാ ഗോഡൗണിൽ വിഴുങ്ങാതെ പറയടാ. വിഴുങ്ങാതെ പറ മോനെ. ഞാൻ
പുതുതായി പിടിച്ച ഹെലിക്യാമ് ചെക്ക് ചെയ്യുന്നു സാർ. അപ്പോൾ ആ ഗോഡൗണിലെ പുറകുവശത്തെ മതിലയാടി ഏതോ ഒരു സ്ത്രീ പോകുന്നതും കുറച്ച് കഴിഞ്ഞ് അവർ തിരിച്ചു പോകുന്നതും ഞാൻ കണ്ടായിരുന്നു സാർ. ആ ക്ലിപ്സ് ഉണ്ടോ കയ്യില്? ഉണ്ട് സാർ, ഞാനത് മൊബൈലിൽ സേവ് ചെയ്തിട്ടുണ്ട്. അതിങ്ങെടുക്ക. തൽക്കാലം ഈ മൊബൈൽ ഇവിടെ ഇരിക്കട്ടെ. നീ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പോ. ഓക്കെയോ? ഓക്കെ സാർ, താങ്ക് യു സാർ. സാറ മോളെ പേടിച്ചോ? ഇല്ല. നമുക്ക് പോയാലോ? ആ പോകാം. ഗോഡൌണിൽ നിന്ന് കിട്ടിയ ബ്ലഡ് സാമ്പിൾ സാറയുടേതല്ല. അത് 28-30 വയസ്സ് തോന്നിക്കുന്ന സ്ത്രീയുടേതാണ്. അജയ് ബാംഗ്ലൂർ പോയിട്ട് എന്തായി? സാർ, റിൻസി ബാംഗ്ലൂർ പഠനം പൂർത്തിയാക്കിയിട്ടില്ല. അവൾക്ക് അവിടെ റിലേഷൻ ഉണ്ടായിരുന്നു. ജോർജ് അവളെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു. ഇതാണ് അവളുടെ കോളേജിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ. ഓക്കെ, എനിവേ ഗൈസ്, ഗുഡ് ജോബ്. ഓക്കെ, റിൻസിക്ക് മാർട്ടിന്റെ കൊച്ചിനെ വേണ്ടാന്നുള്ള വാശിയാണ് മാർട്ടിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. അവന് നിങ്ങളുടെ സ്വത്തിലായിരുന്നു നോട്ടം. അവന്റെ അടുത്ത ലക്ഷ്യവും നിങ്ങളായിരുന്നു. ജാസ്മിൻ ഇതിനു മുമ്പും അവന് വേണ്ടി കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ തെളിയിച്ചോളാം. എന്നാ പിന്നെ ജോർജ് സാറേ, ഓക്കെ അല്ലേ? ചെന്നാട്ടെ. നന്ദിയുണ്ട് സാറേ. താങ്കൾ എൻ്റെ കുടുംബത്തെ രക്ഷിച്ചതിന് നന്ദിയുണ്ട്. ഓ ശരി ശരി. സർ, വാട്ട്സ് നെക്സ്റ്റ്? ഇനി എന്ത്? രാവണവേട്ട തുടരും അല്ലേ സാർ?